ട്രാവൽ പിക് ബൈ ഉണ്ണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര നേരെ പൊന്മുടിയിലേക്കാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കഴക്കൂട്ടത്തു നിന്നാണ്. കഴക്കൂട്ടം നേരെ പോത്തങ്കോട് നിന്ന് കന്യാകുളങ്ങര വഴി പഴകുറ്റിന്ന് ചുള്ളിമാനൂർ, വിതുര, പൊന്മുടി, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത റൂട്ട്. ഈ വഴി തിരക്ക് കമ്പാരിറ്റീവ് കുറവായിരിക്കും. പിന്നെ എനിക്ക് പൊന്മുടിയിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയും ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി ചൂസ് ചെയ്തത്. പിന്നെ ഈ വഴി പോകുമ്പോഴത്തേന് നമുക്ക് കുറെ റബ്ബർ എസ്റ്റേറ്റിന്റെ ഇടയിൽ കൂടെയും പിന്നെ കുറച്ച് കാട്ടിന്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നത്. ഈ റോഡൊക്കെ ഉണ്ട്, നല്ല റോഡൊക്കെ തന്നെയാണ്. നമ്മൾ ഏകദേശം വിതുര ടൗണൊക്കെ കഴിഞ്ഞ് കല്ലാറിന്റെ അടുത്തെത്താറായി. കല്ലാറിലൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു വേലി കെട്ടി അടച്ചു, ഫെൻസിങ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. മുമ്പ് കുറെ പിള്ളേര് ഇവിടെ വീണ് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവര് കംപ്ലീറ്റ് ആയിട്ട് ഫെൻസിങ് ചെയ്തത്. ഇതാണ് എന്റെ വാട്സ്ആപ്പ് നമ്പർ. പിന്നെ നമ്മൾ നേരെ മീൻമുട്ടി വാട്ടർഫാൾസിന് അടുത്തെത്തി. നമ്മൾ മീൻമുട്ടി വാട്ടർഫാൾസ് സ്കിപ്പ് ചെയ്തു, കയറിയില്ല. നമ്മളുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പൊന്മുടി ഹിൽസ് ആണ്. നേരെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ രാവിലെ ഇറങ്ങി പൊന്മുടിയിലൊക്കെ കണ്ട് കാഴ്ച കണ്ട ശേഷം ഒരു 11 മണിക്ക് സമയത്തൊക്കെ മീൻമുട്ടി വാട്ടർഫാൾസ് വന്നിട്ട് കുളിക്കുകയും പിന്നെ കളിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് എന്തൊക്കെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. മീൻമുട്ടി വാട്ടർഫാൾസ് അടിപൊളിയാണ്. അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മീൻമുട്ടി വാട്ടർഫാൾസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചെറിയൊരു വനപ്രദേശത്തോടെയാണ് പോകുന്നത്. രണ്ട് സൈഡും ചെറിയ ഒരു കാടാണ്, വനമാണ്. അതിൽ പതിവ് നമുക്ക് ടെമ്പറേച്ചറൊക്കെ വ്യത്യാസം വരും, നമുക്ക് അറിയാൻ പറ്റും. വളരെ നല്ലൊരു ക്ലൈമറ്റ് ആണ്, നല്ല കാറ്റ് കിട്ടും, തണുപ്പ് അനുഭവപ്പെടും, അടിപൊളിയാണ്. പിന്നെ നമ്മൾ ചെവിയെ കളയാനുള്ള സാധ്യത ഉണ്ട്. നമ്മള് വാട്ടർ ലെവലിൽ നിന്ന് ഏകദേശം 1200 മീറ്റർ സീ ലെവലിൽ നിന്ന് എബോവ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പൊന്മുടി. അതുകൊണ്ട് മേലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് ചെവിയടപ്പൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശരിക്കും ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇവിടെ ഒരു വണ്ടി സെർച്ച് ചെയ്യും, പ്ലാസ്റ്റിക് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി സെർച്ച് ചെയ്യും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ 300 രൂപ, ഏകദേശം 160 രൂപയായി കാറിനകത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് പിന്നെ മുഴുവനായും വനത്തിനകത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ വനത്തിനകത്ത് ഏറ്റവും കൂടുതൽ കാണി വിഭാഗക്കാരായിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. ട്രൈബൽസ് ആണ് ഇവരാണ് താമസിക്കുന്നത്. പൊന്മുടിയിൽ ഏകദേശം 22 ഹെയർപിൻ വളവുകളുണ്ട്. മുമ്പ് ഫോറസ്റ്റുകാർ ഈ റോഡിന്റെ 2 വശം നമുക്ക് കാണുന്നില്ല, കമ്പി വെച്ച് ഇങ്ങനെ ഫെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറെ ഭാഗത്തൊക്കെ ഈ ഫെൻസിങ് ഒക്കെ പോയി പൊളിഞ്ഞു പോയിട്ടുണ്ട്. എനിക്കൊന്ന് മൃഗങ്ങളൊക്കെ ഇറങ്ങി ചവിട്ടി പൊളിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ആന ഒക്കെ ക്രോസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇത്. ഈ ഒരു ഭാഗത്ത് ശരിക്കും ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. നമുക്ക് പകലൊന്നും കാണാൻ പറ്റത്തില്ല, രാത്രിയൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. ഞാൻ ഏകദേശം പൊന്മുടിയിൽ ഒരു 4-5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയും ഒരു വന്യമൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല. വളരെ സേഫായിട്ട് പോയി എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന സ്ഥലമാണ് പൊന്മുടി. പിന്നെ വഴിയരിയിലൊക്കെ ചിലപ്പോൾ കുരങ്ങുകളൊക്കെ ഇരിക്കുന്നത് തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ഒരു വന്യമൃഗങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ.
ശരിക്കും ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നമുക്ക് നല്ല വെളിച്ചം ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ കാറിലിരുന്ന് നേക്കഡ് ഐസ് വെച്ച് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇരുണ്ട കാലാവസ്ഥയാണ്. ഒരു മഴ പെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ. അതാണ് വാനിൽ ചന്ദ്രിക തെളിഞ്ഞിതാ നിറഞ്ഞേ നിൽക്കേ നീയൻ ചാരയായി ചേർന്നിതാ അഴകേ. വാനിൽ ചന്ദ്രിക തെളിഞ്ഞിതാ നിറഞ്ഞേ നിൽക്കേ നീയൻ ചാരയായി ചേർന്നിതാ അഴകേ. ചുരാ चुरा गई दिल की धड़कन. വാനിൽ ചന്ദ്രിക തെളിഞ്ഞിതാ നിറഞ്ഞേ നിൽക്കേ നീയൻ ചാരയായി ചേർന്നിതാ. ശരിക്കും ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ് സർവീസ് ഉണ്ട് പൊന്മുടി ഹിൽ ടോപ്പിലേക്ക്. മോഹം താവിടുമീ നേരം താഴകിതാ. ചന്ദ്രിക തെളിഞ്ഞിതാ നിറഞ്ഞേ നിൽക്കേ നീയൻ ചാരയായി ചേർന്നിതാ അഴകേ. ചന്ദ്രിക ചുരാ ഗയി ദിൽ കി ധड़कन ചാരയായി ചേർന്നിതാ. ചുരാ ഗയി ഇപ്പൊ നമ്മൾ ഏകദേശം പൊന്മുടിയുടെ ഹിൽ ടോപ്പ് എത്താറായി. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേന് ചെറിയ രീതിയിൽ മഴച്ചാറ്റലുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചെറിയൊരു തണുപ്പുണ്ട്. കണ്ണാ
ஃபங்க்ஷனுக்கு முக்கியமான கெஸ்ட் எல்லாம் வர சொல்லிருக்கேன். அம்மா வேற இருக்காங்க, நீ வேற பாட்டிலோட குடிச்சிட்டு வர. உங்களே அடிக்கடி மறந்துடுவாங்க, என்ன மட்டும் ஞாபகம் வச்சிருப்பாங்களா? கரெக்ட், அப்படியே பார்த்தாலும் காலையில மறந்துட்டு போறாங்க. கொண்டா இருக்கு ஒளிச்சு வச்சுட்டு வரேன்ப்பா. ஊத்திட்டு வரக்கூடாது. പിന്നെ ഇതുപോലത്തെ ഗംഭീര കാഴ്ചകൾ നമുക്ക് ഹിൽ ടോപ്പിൽ പോകുന്ന വഴിയും മേളിൽ ചെന്നിട്ടും കാണാൻ കഴിയും കേട്ടോ. സൂപ്പർ അല്ലേ? പൊന്മുടി ഹിൽ ടോപ്പ് എത്താറാകുമ്പോഴത്തേ നമുക്ക് ഇങ്ങനെയുള്ള കുറെ വ്യൂസ് കാണാൻ പറ്റും. ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ്. കോട ഇറങ്ങുന്ന സമയമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല തണുപ്പ് കാടിലോട് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പൊ വളരെ ചെറിയൊരു തണുപ്പാണ് ഇപ്പൊ അനുഭവപ്പെടുന്നത്. കാരണം അത് കോടയൊന്നുമില്ല, ഈ മഴ നിൽക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. ഞാൻ കുറെ നേരമായിട്ട് ഈ ബസ്സിന്റെ പുറകെ ഇങ്ങനെ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുക, ഈ ബസ്സിന്റെ പുറകെ. അപ്പൊ തന്നെ ഇവിടെ എത്തിയപ്പോ തന്നെ ചേട്ടൻ കൈയെടുത്ത് കാണിച്ച് കയറി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്താൽ കയറി പോകും. ഈ പൊന്മുടിയിൽ വരുന്നവരുണ്ടല്ലോ, ഈ ഇവിടെ നിൽക്കുന്നുണ്ടോ ഈ വഴിയരികില്, അവരുടെ കയ്യിൽ തേയിലേക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ തേയിലേക്ക് വഴിച്ച് അവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പൊന്മുടി എത്തുന്നതിന് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് കൂടിയുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്.
അവിടെ നമ്മൾ താഴെ എടുത്ത ടിക്കറ്റ് ഒന്ന് കാണിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ മേലോട്ട് പോകാൻ പാടുള്ളൂ. പൊന്മുടി ഹിൽ ടോപ്പ് കയറുന്നതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് കൂടെ ഉണ്ട്. നമ്മൾ താഴെ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിക്കണം. ഇവിടെ കാണിച്ച് ഉറപ്പുവരുത്തിട്ട് വേണം മേലോട്ട് കയറാൻ വേണ്ടിട്ട്. ഇവിടെ എത്തിയ സമയത്ത് മഴയൊന്നുമില്ല കേട്ടോ. ചെറിയ മഴ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതൊന്നുമില്ല. വളരെ ക്വയറ്റായിട്ട് നിൽക്കുന്നു. പക്ഷെ മേഘം ചെറുതായിട്ട് ഇരുണ്ട് കിടപ്പുണ്ട്. നേരെ കാണുന്ന സ്ഥലമാണ് പൊന്മുടി ഹിൽ ടോപ്പ്. ഇത് നമ്മുടെ പൊന്മുടി പോലീസ് സ്റ്റേഷൻ. ഇത്രയും റിമോട്ടായ ഏരിയയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളത് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. നമ്മൾ പൊന്മുടി അത്യാവശ്യം അവിടെ ഒരു കഫറ്റീരിയ ഉണ്ടായിരുന്നു. അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതും ഉടനെ മഴ പെയ്തു. മഴയൊക്കെ തുറന്ന ശേഷം പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ നേരെ മേലോട്ട് പാർക്കിങ്ങിൽ പോയി. ഷെഡിൽ കയറ്റിയിരുത്തിട്ട് പോയിട്ട് ഇതാണ് പൊന്മുടി ഹിൽ ടോപ്പ്.
അങ്ങനെയുണ്ട് ഗൈസ്. ഇപ്പം നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലും ചൂട് വളരെ കുറവാണ് ഇവിടെ. ഇവിടെ കൂടെ ഈ മൊട്ടക്കുന്നിൽ കൂടെ നമുക്ക് കയറി ഇറങ്ങി ട്രക്കിംഗ് നടത്താൻ പറ്റും. പിന്നെ അങ്ങ് ദൂരെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കുറേയൊക്കെ തമിഴ്നാടിന്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ ഷെയർ ചെയ്തെടുക്കുക, നിങ്ങളുടെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇനി വളരെ ശക്തമായിട്ട് തന്നെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതിന് ചൂടൊന്നും അനുഭവിക്കുന്നില്ലായിരുന്നു. പിന്നെ ചെറിയൊരു തണുപ്പ് ഹിൽ ടോപ്പിലൊക്കെ ഉള്ള ഒരു സാധാരണ ചെറിയൊരു തണുപ്പിനാണ് അനുഭവപ്പെട്ടു. മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. നന്നായിട്ട് കോട ഇറങ്ങും, പിന്നെ നല്ല തണുപ്പ് ഉണ്ടാവും. വീക്കെൻഡുകളിലൊക്കെ നമുക്ക് ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ. പിന്നെ ഒത്തിരി അനേകം വിദേശികളൊക്കെ ഇവിടെ വരുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വരാം, എപ്പോഴും വേണമെങ്കിലും വരാം ഇവിടെ. കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ചേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന ശേഷം നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങി. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെ, നല്ല സ്ഥലമാണ് ഈ പൊന്മുടി.